രാധേ രാധേ, ഗുഡ് മോർണിംഗ്. ജീവിതത്തിൽ ഒറ്റപ്പെടുന്നവരുടെ എണ്ണം കൂടി കൂടി വരികയാണ്. എന്നെ തലശ്ശേരിയിൽ നിന്നൊരമ്മ വിളിച്ചിട്ട് പറഞ്ഞത് 2 മക്കളുണ്ട്, 2 പേരും, ഒരാൾ US-ലും ഒരാൾ കാനഡയിലുമാണ്. ഞാൻ ഈ വലിയ വീട്ടിൽ ഒറ്റയ്ക്കാണ് മോനെ, ഭയങ്കരമായ ഏകാന്തതയാണ്. മറ്റൊരമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരേ ഒരു മോളേ ഉള്ളൂ, US-ലാണ്. അമ്മയും കൂടെ കൊണ്ടുപോയി, അമ്മയും US-ലാണ്. അവർ ജോലിക്ക് പോകും, ഞാൻ മാത്രമാണ് ആ വീട്ടില്. പരിസരത്ത് പോലും ആരുമില്ല മോനെ, ഒരു അയൽപ്പക്കം നമുക്കൊന്ന് സംസാരിക്കാൻ. അല്ലെങ്കിലും ഉള്ളവരൊക്കെ ഇംഗ്ലീഷാണ്. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ നാട്ടിലായിരുന്നെങ്കിൽ എനിക്ക് അയൽപ്പക്കത്തൊക്കെ ഒന്ന് പോകാമായിരുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അത് രണ്ടാനമ്മയുടെ കീഴിലാണ് വളരുന്നത്. തികച്ചും ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ് അത് നയിക്കുന്നത്. രണ്ടാനമ്മ ഉപദ്രവിക്കുന്നു അങ്ങനൊന്നുമല്ല, പക്ഷെ അതൊരു ഒറ്റപ്പെട്ട ജീവിതമാണ് അവര് നയിക്കുന്നത്. ഈ സമയത്ത് കണ്ണൂരിൽ നിന്നൊരമ്മ പറഞ്ഞു, മോനെ ഞാൻ ഇതേ കണക്ക് വീട്ടിൽ ഒറ്റയ്ക്കാണ് എൻ്റെ മോനെ, എനിക്ക് ആരും മിണ്ടാനില്ല. എനിക്കൊരാഗ്രഹമുണ്ട്, മോൻ ഒരു ദിവസം എന്നെ ഒന്ന് കടപ്പുറത്ത് കൊണ്ടുപോകുമോ? ഞാൻ പറഞ്ഞ അമ്മയ്ക്ക് വേണ്ടി മാത്രം ഞാൻ കണ്ണൂർ വരാം. ഷൊർണൂരുള്ളൊരമ്മ പറഞ്ഞു, എനിക്കൊന്ന് ഗുരുവായൂർ പോകണം മോനെ. ഞാൻ പറഞ്ഞു അതിനെന്താ, ഞാൻ വന്ദേ ഭാരതി ടിക്കറ്റ് ബുക്ക് ചെയ്യാം, ഷൊർണൂരിൽ നിന്ന് അമ്മ കയറിക്കൊള്ളൂ. രാധേ രാധേ ചാനലിന്റെ ആൾക്കാർ അവിടെ ഉണ്ട്, അവർ വന്ന് അമ്മയെ വണ്ടി കയറ്റി വിടും. ഇവിടെ വാ, ഞാൻ തൃശ്ശൂർ കാത്തു നിൽക്കും. കൊണ്ടുപോയി 1000 രൂപ ടിക്കറ്റ് എടുത്ത് തൊഴുത് തിരിച്ച് അതേ കണക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ അമ്മയെ വണ്ടി കയറ്റി വിടും. അവിടെ ആള് നിൽക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് രേവതി അമ്മ എന്നോട് പറയുന്നത്, മോനെ നമുക്ക് ഒറ്റപ്പെടുന്നവരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയാലോ? അപ്പൊ എനിക്കും തോന്നി നല്ലൊരു കാര്യമാണ്. രേവതി അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് പരസ്പരം മിണ്ടിയും പറഞ്ഞുമൊക്കെ ഇരിക്കാമല്ലോ മോനെ. ഞാൻ പറഞ്ഞു അങ്ങനെ ആയിക്കൊള്ളട്ടെ, ദേ ഈ വിഷുവിന് ചൊവ്വാഴ്ച ദിവസം നമുക്കത് തുടങ്ങാം. അങ്ങനെ ഒറ്റപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരോ ആയിക്കൊള്ളട്ടെ, പുരുഷനും സ്ത്രീക്കും വെവ്വേറെ ഗ്രൂപ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പര് 9645333999. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ നമ്പർ കൊടുത്തേക്കും. അതിനകത്തേക്ക് നിങ്ങളൊരു മെസ്സേജ് അയച്ചാൽ മതി. ഈ 14-ാം തീയതി തൊട്ട് നമുക്കത് ആരംഭിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ, കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളുണ്ടെങ്കിൽ, എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാനും സാധിച്ചു തരാം. ഓർമ്മിക്കുക, ഞാനും എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഞാനും ആ ഒരു അർത്ഥത്തിൽ ഒറ്റപ്പെട്ടവൻ തന്നെയാണ്. അതുകൊണ്ട് വിഷമിക്കണ്ട, നമ്മൾ ഒറ്റപ്പെട്ടവരുടെ കൂട്ടായ്മ തുടങ്ങുന്നു വിഷുവിൻ്റെ അന്ന് തൊട്ട്. ദേ നോക്കൂ, നാളെ മുതൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ ഒരു മെസ്സേജ് അയക്കുകയോ എന്നെ വിളിക്കുകയോ ചെയ്താൽ മതി. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങളെ ആഡ് ചെയ്യുന്നതാണ്. വല്ലപ്പോഴും ഒരിക്കൽ നമുക്ക് പറ്റുന്നവർക്ക് ഒന്നിച്ചു കൂടാം. നിങ്ങൾക്ക് കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാം. ഗുഡ് മോർണിംഗ്. രാധേ രാധേ, ഓ രാധേ രാധേ, രാധേ രാധേ, ഓ രാധേ രാധേ.